ചലച്ചിത്രതാരവും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൂട്ടിംഗിന് ശേഷം മടങ്ങിയെത്തിയതിന് ശേഷം ഹൃദയാഘാതം ഉണ്ടായതായാണ് സൂചന. അലി അക്ബർ ഷാ ഉണ്ട് വിശദാംശങ്ങളുമായി. അലി, നമ്മളേറെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ്. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നുമില്ല നവാസ് വിടവാങ്ങി എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇനി നടക്കാനില്ല. ഇപ്പോൾ ആശുപത്രിയിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ട്? ആര്യ, വലിയ വേദനയോടുകൂടി വലിയ ഞെട്ടലോടുകൂടിയായിരുന്നു കലാഭവൻ നവാസ് വിടവാങ്ങി എന്ന വാർത്ത മലയാളികൾ കേട്ടത്. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഹോട്ടൽ മുറിയിലേക്ക് വിശ്രമിക്കാനായി എത്തി. ആ ഹോട്ടൽ മുറിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹം ഈ നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ ലൊക്കേഷന് സമീപത്തുള്ള വൃന്ദാവൻ ഹോട്ടലിലേക്ക് എത്തിയത്. കഴിഞ്ഞ 25-ാം തീയതിയായിരുന്നു അദ്ദേഹം ഇവിടെ റൂം എടുത്തത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി ചെക്കൌട്ട് ചെയ്യുമെന്ന് ഹോട്ടൽ ജീവനക്കാരെ അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷേ രാത്രിയായിട്ടും അദ്ദേഹത്തെ കാണാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ജീവനക്കാർ റൂമിലേക്ക് പോയി പരിശോധിക്കുന്നത്. ആ ഘട്ടത്തിലാണ് കമിഴ്ന്ന് നിലത്ത് കിടക്കുന്ന നിലയിൽ കലാഭവൻ നവാസിനെ റൂം പോയി കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ തലകറങ്ങി വീണതാകാം എന്ന നിഗമനത്തിൽ അവർ ദ്രുതഗതിയിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. വലിയ വേദനയോടുകൂടി വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ ചലച്ചിത്ര ലോകമാകെ അദ്ദേഹത്തിന്റെ വിയോഗത്തെ കേട്ടത്. കാരണം 51 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. പക്ഷേ വളരെ യങ് ആൻഡ് ആക്റ്റീവായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പരിപാടികളും അദ്ദേഹം പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോകളും എല്ലാം നമ്മൾ കാണുമ്പോൾ വളരെ ആക്റ്റീവായ, പ്രായത്തിൻ്റെതായ ഒരു തരത്തിലുള്ള സൂചനകൾ നൽകാത്ത വിധത്തിൽ യുവത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു അഭിനേതാവ്. എത്രയോ കാലങ്ങളായി മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്ന ഒരു അഭിനേതാവ്. 1995-ലാണ് അദ്ദേഹം ചൈതന്യം എന്ന ആദ്യ ചിത്രത്തിലൂടെ മലയാള സിനിമാ മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. പക്ഷെ അതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എത്രയോ മിമിക്രി വേദികളിലൂടെ മലയാളികൾക്ക് നിറഞ്ഞ ചിരി സമ്മാനിച്ച കലാകാരനായിരുന്നു കലാഭവൻ നവാസ്. അതിനുശേഷം സിനിമാ മേഖലയിലേക്ക് വന്നപ്പോഴാണെങ്കിൽ കൂടി 1995-ലെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ച അതേ വർഷം 4 സിനിമകളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയോ എണ്ണിപ്പറയാൻ കഴിയാത്ത അത്രയും സിനിമകളിൽ നിറഞ്ഞ ഹാസ്യത്തിന്റെ ഏറ്റവും നിറഞ്ഞ ഭാവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു കലാകാരനായിരുന്നു. സ്വാഭാവികമായും തുടരെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരന്മാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമീപ വർഷങ്ങളിലെല്ലാം. അതിന്റെ ഏറ്റവും ഒടുവിലെ കണ്ണിയായി കലാഭവൻ നവാസ് കുട്ടി എത്തുമ്പോൾ വലിയ വേദനയോടുകൂടിയാണ് ചലച്ചിത്ര ലോകം ആ വാർത്ത ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ഈ വൃന്ദാവൻ ഹോട്ടലിന് തൊട്ടടുത്തുള്ള SD ടാറ്റ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹം ടാറ്റ ആശുപത്രിയിലുണ്ട്. ഇവിടേക്ക് നിരവധി ആളുകൾ ചലച്ചിത്ര മേഖലയിൽ നിന്നും മിമിക്രി മേഖലയിൽ നിന്നുമെല്ലാം നിരവധിയായ ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിയ ശേഷം ഇവിടെ നിന്നും മൃതദേഹം കളമശ്ശേരിയിലേക്ക് മാറ്റും. അതിനുശേഷം കളമശ്ശേരിയിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഉണ്ടാവുക. ചലച്ചിത്ര മിമിക്രി താരം എന്ന നിലയിൽ മലയാളികളുടെ യശസ് വാനോളം ഉയർത്തിയ ഒരു കലാകാരൻ. കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും എത്രയോ മിമിക്രി ഷോകളിൽ പങ്കെടുത്ത, എത്രയോ സിനിമകളിൽ അഭിനയിച്ചും എല്ലാം മലയാളത്തിന്റെ പേര് വാനോളം ഉയർത്തിയൊരു കലാകാരനായിരുന്നു. അഭിനയിച്ചവയിൽ ബഹുഭൂരിഭാഗവും കോമഡി റോളുകളായിരുന്നു എന്നുള്ളതാണ്. ഈ സമീപകാലത്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് അദ്ദേഹം ഈ മുറിയിലേക്ക് പോകുന്നതും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ അവസാനിക്കുകയായിരുന്നു. അടുത്ത ഷെഡ്യൂൾ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസങ്ങളുടെ ഇടവേളക്കിടയിൽ വീട്ടിൽ പോയി തിരിച്ചു വരാനായിരുന്നു ധ്യാനം. ഇന്ന് രാത്രി 8 മണിയോടുകൂടി റൂം ചെക്കൌട്ട് ചെയ്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങും എന്ന് ഹോട്ടൽ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന, വളരെ വേദനയോടുകൂടി മാത്രം മലയാളികൾക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാർത്ത ഈ രാത്രിയിൽ നമ്മളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. കലാഭവൻ നവാസ് ഏകദേശം 40ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും കോമഡി ചിത്രങ്ങളായിരുന്നു, കോമഡി റോളുകളായിരുന്നു. അപ്പോഴൊക്കെ നവാസിന്റെ ചിരിച്ചല്ലാതെ ഒരു ഫ്രെയിം നമ്മൾ കണ്ടിട്ടില്ല. ജീവിതത്തിലായാലും സിനിമയിലായാലും മിമിക്രിയിലായാലും ചിരിച്ചൊരു ഫ്രെയിം അല്ലാതെ, ചിരിച്ചൊരു മുഖമല്ലാതെ നവാസിനെ നമ്മൾ കണ്ടിട്ടില്ല. അത്രമാത്രം സരസനും സൗമ്യനുമായ ഒരു വ്യക്തിത്വം കൂടിയാണ് നവാസ്. അങ്ങനെയാണ് സഹപ്രവർത്തകർ ഉൾപ്പെടെ ഓർത്തെടുക്കുന്നത് നവാസിനെ ഈ ഘട്ടത്തിൽ. തീർച്ചയായും ആര്യ, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹത്തിന്റെ പഴയ മിമിക്രി വേദികളിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ അവരുടെ വേദന എന്ന് പറയുന്നതാണ്. അത്രയും ആക്റ്റീവായിരുന്ന ഒരു മനുഷ്യൻ ഒരു തരത്തിൽ എന്തെങ്കിലും അവശതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ പറയുന്നത്. നമുക്കും അറിയാം, നവാസിന് സിനിമകളിലായാലും കഥാപാത്രങ്ങൾക്ക് പുറത്ത് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായി വരുമ്പോഴും എല്ലാം നമ്മൾ കാണുന്നതാണ്. വളരെ ആക്റ്റീവായ, വളരെ പ്രസരിപ്പോട് കൂടിയ ഒരു മനുഷ്യൻ. ഏറ്റവും സരസമായി മനുഷ്യരോട് പെരുമാറുന്ന, നമ്മൾ മത്സരങ്ങളിൽ വരുമ്പോൾ അതിലെ കോണ്ടസ്റ്റൻസിനോട് പെരുമാറുന്ന അത്രയും സരസനായ, സൗമ്യനായ ഒരു മനുഷ്യൻ. ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന, ചിരിയോടുകൂടി അല്ലാതെ ആ മുഖം
മുഖം നമ്മളുടെ ഓർമ്മകളിൽ എങ്ങുമില്ലാത്ത നിലയിൽ ഈ 51 വർഷക്കാലം ജീവിച്ച ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പല വേദികളിലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ വേദനകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് മലയാളിയുടെ മനസ്സിൽ ചിരിച്ചുകൊണ്ടുള്ള നവാസിൻ്റെ മുഖം മാത്രമേ ഓർമ്മയിൽ കാണൂ. ആ കുടുംബമാകെ കലാരംഗത്തുള്ളവരാണ്. നവാസിൻ്റെ പിതാവും സഹോദരനും അദ്ദേഹത്തിൻ്റെ പങ്കാളിയും എല്ലാവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരു കലാകുടുംബത്തിലെ മലയാളികളെ കുടുകുടാ പൊട്ടിച്ചിരിപ്പിച്ച ഒരു കലാകാരൻ. അദ്ദേഹം വിടവാങ്ങുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ വിടവാണ്. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഈ കലാഭവൻ നവാസിൻ്റെ സന്തത സഹചാരികളായിരുന്ന അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്ന നിരവധി മിമിക്രി കലാകാരന്മാർ അവരെല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനക്കൂട്ടവും ഈ പ്രദേശത്താകെ തടിച്ചുകൂടിയിട്ടുണ്ട്. കാരണം നമുക്കറിയുന്നതുപോലെ കലാഭവൻ നവാസ് ഈ മലയാളിയുടെ ചിരി ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിറസാന്നിധ്യമായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു, ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വേദനയാണ്. പ്രത്യേകിച്ച് നവാസിൻ്റെ ഏറ്റവും അടുത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തീരാവേദനയാണ്. അത്രയും ഈ സരസനായ സൗമ്യനായിരുന്ന ഒരു മനുഷ്യൻ മലയാളത്തിൻ്റെ ചിരി ഓർമ്മകളിൽ, അത് മിമിക്രിയാകട്ടെ, സിനിമയാകട്ടെ, മറ്റ് ടെലിഫിലിമോ ഇവിടങ്ങളിലെല്ലാം കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹാസ്യ കലാകാരനായി ഈ 51 വർഷക്കാലം കൊണ്ട് കലാഭവൻ നവാസ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. കലാഭവൻ എന്ന പേരിനോടൊപ്പം മലയാളികൾ കോർത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി കലാഭവൻ നവാസ് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാസിനെ നമുക്കറിയാം. അദ്ദേഹവും നിറസാന്നിധ്യമാണ്. ഹാസ്യവേദികളിൽ, റിയാലിറ്റി ഷോകളിലും ഹാസ്യ സീരിയലുകളിലുമെല്ലാം നിറസാന്നിധ്യമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ അവരുടെ